ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ LPST ഇൻ്റർവ്യൂവിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിൽ നിന്നുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഒരു ടീച്ചറിനോട് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഗ്രേഡിംഗ് സിസ്റ്റമാണോ മാർക്കിംഗ് സിസ്റ്റമാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു. അതായത് നമ്മുടെ ഗ്രേഡായിട്ട് കുട്ടിക്ക് കൊടുക്കുന്നതാണോ അതോ ഔട്ട് ഓഫ് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണോ നല്ലത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഏറ്റവും നല്ല സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? ഗ്രേഡിംഗ് സിസ്റ്റത്തിലാവുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് ഒരേ ഗ്രേഡ് ആയിരിക്കും. ഇത് കുട്ടികൾ തമ്മിലുള്ള മോശകരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കാനും കുട്ടികളിലെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായി അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ ലഘൂകരിക്കാനുമൊക്കെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് സഹായിക്കുന്നത്. ഒരേ റേഞ്ച് മാർക്ക് വരുന്ന എല്ലാവർക്കും ഒരേ ഗ്രേഡ്, അല്ലെങ്കിൽ ഏറ്റവും മാർക്ക് കൂടിയ ആൾക്ക് ഒന്നാം സ്ഥാനവും അതിൻ്റെ ജസ്റ്റ് ഒന്ന് പുറകിലാകുന്ന ആൾക്ക് രണ്ടാം സ്ഥാനമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുട്ടികളാണല്ലേ, കുട്ടികൾക്ക് മാനസികമായി വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കി മൂല്യനിർണ്ണയം സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം മുന്നോട്ട് വന്നത്. അപ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും എത്ര തരത്തിലുള്ള ഗ്രേഡിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതിലേതാണ് നല്ലത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഗ്രേഡിംഗ് സിസ്റ്റത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും ഗ്രേഡിംഗ് സിസ്റ്റത്തെ രണ്ടായി തിരിക്കാം. എങ്ങനെയാണ്? ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും. അപ്പോൾ ഇനി ഈ നോൺ ഡയറക്റ്റ് ഗ്രേഡിങ്ങിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നും റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നും. ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ച് ഒരു ടീച്ചർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഇവ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്താണ്, അത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഡയറക്റ്റ് ഗ്രേഡിംഗ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്താണ്? ഡയറക്റ്റായിട്ട് ഗ്രേഡ് നൽകുന്നു, അല്ലേ? ഓരോ ചോദ്യത്തിനും ഗ്രേഡുകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഗ്രേഡുകളാണ് നൽകുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ പ്രൈമറി വിദ്യാലയത്തിൽ അല്ലെങ്കിൽ LP UP ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏതെന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് നമ്മുടെ കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ചോദിച്ചാൽ അത് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ആ ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ തന്നെ അതിൻ്റെ ഓരോ ഗ്രേഡിങ്ങിനും ഓരോ പോയിന്റ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഏതാണെന്ന് ചോദിച്ചാൽ 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. അപ്പോൾ കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാൽ അത് 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. നമ്മൾ LP UP ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് LP UP ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യുന്നത്. ഇനി ഈ 5 പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് 5 പോയിന്റുകൾ എന്ന് കൂടി അറിഞ്ഞിരിക്കണം. 5 പോയിന്റുകൾ ഓർത്തിരിക്കുക. A, B, C, D, E ഇങ്ങനെ 5 ഗ്രേഡുകളാണ് 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ വരുന്നത്. അതിൽ Aയുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 5 പോയിന്റ് ആണ്. ബിയുടേത് 4, സിക്ക് 3, ഡിക്ക് 2, ഇക്ക് 1. ഇങ്ങനെ ഓരോന്നായിട്ട് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മുടെ ഗ്രേഡിങ്ങിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഗ്രേഡ് പോയിന്റിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക എന്ന് ബോർഡ് ചോദിച്ചാൽ നമ്മൾ പറയണം, ഗ്രേഡ് പോയിന്റ് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ പോയിന്റിനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും, അല്ലേ? ടോട്ടൽ ഇത്ര പോയിന്റ് ഉണ്ടായിരിക്കും, അതിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഗ്രേഡ് പോയിന്റിൻ്റെ ആവറേജ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ പോയിന്റിനെ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കുട്ടിയുടെ ടോട്ടൽ പോയിന്റ് ആണ് കേട്ടോ, കുട്ടിയുടെ ടോട്ടൽ പോയിന്റിനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടിയതെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഗ്രേഡ് B ഗ്രേഡ് ആയിരിക്കും. അല്ല, കുട്ടിയുടെ ടോട്ടൽ പോയിന്റിനെ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4ൽ കൂടുതൽ വന്നാൽ 5 നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കുട്ടിക്ക് A എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. ഇനി ടോട്ടൽ പോയിന്റിനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 നമുക്ക് ഉത്തരം കിട്ടിയതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുട്ടിക്ക് കിട്ടുന്നത് E ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഗ്രേഡിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലാണ് നമ്മൾ ഡയറക്റ്റ് ഗ്രേഡിംഗ് യൂസ് ചെയ്യുന്നത്. അതിൽ 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ് നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിൽ യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഗ്രേഡിംഗ് ആണ് നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ്. നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാർക്കിനെ, അല്ലെ, ആദ്യം കുട്ടിക്ക് കിട്ടുന്നത് മാർക്കാണ്, ആ മാർക്കിനെ പിന്നീട് ഗ്രേഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ ഡയറക്റ്റായി ഗ്രേഡ് തന്നെയാണ് അവാർഡ് ചെയ്യുന്നത്. പക്ഷേ
എന്താണ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ കുട്ടിക്ക് ആദ്യം മാർക്ക് അവാർഡ് ചെയ്യുന്നു, ആ മാർക്കിനെ കറസ്പോണ്ടിങ് ഗ്രേഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ മാർക്ക് ഫൈൻഡ് ചെയ്യുന്നു, ദെൻ അതിനെ കറസ്പോണ്ടിങ് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ നോൺ ഡയറക്റ്റ് ഗ്രേഡിങ്ങിനെ നമുക്ക് രണ്ടായി തിരിക്കാം, അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നും റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നും. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നും റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നും തിരിക്കാം. ഇനി അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഗ്രേഡാണ് നൽകുന്നത്, സ്കോർ നൽകാറില്ല അല്ലെ. മാർക്കിനെ ലെറ്റർ ഗ്രേഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മാർക്കിനെ, കുട്ടിക്ക് കിട്ടുന്ന മാർക്കിനെ ലെറ്റർ ഗ്രേഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താണ് കുട്ടി നേടിയ സ്കോറിനെ ഗ്രേഡാക്കി മാറ്റുന്ന ഗ്രേഡിംഗ് രീതി ഏതെന്ന് ചോദിച്ചാൽ അത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് കേട്ടോ. കുട്ടി നേടിയ സ്കോറിനെ ഗ്രേഡാക്കി മാറ്റുന്നു. ഓക്കെ, അതെന്താണ്, അതൊരു ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു നമ്മൾ കോഴ്സിൽ ചേരുന്നതിന് മുൻപ് തന്നെ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ SSLC എക്സാം, അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ SSLC എക്സാമിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അതിൽ എത്ര പോയിന്റ് ആണെന്ന് ചോദിച്ചാൽ 9 പോയിന്റ് ആണ് വരുന്നത്. 9 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് നമ്മുടെ SSLCയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, നമ്മുടെ A+ ഉണ്ട്, A, B+, B, C+, C, D+, പിന്നെ D, E, ഇതാണ് പോയിന്റ്. അപ്പോൾ A+ന്റെ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് 90-നും 100 മാർക്കിനും ഇടയ്ക്കാണെങ്കിൽ A+, 80 മുതൽ 89 വരെയാണെങ്കിൽ A ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. 70-നും 79-നും ഇടയ്ക്കാണെങ്കിൽ B+ ആണ്. 60-നും 69-നും ഇടയ്ക്കാണെങ്കിൽ B ആണ്. 50-നും 59-നും ഇടയ്ക്കാണെങ്കിൽ C+ ആണ്. അപ്പോൾ ബാക്കി താഴോട്ടുള്ളത് അതിനനുസരിച്ച് പോകും കേട്ടോ. അപ്പോൾ E വരെ വന്ന് നിൽക്കുന്നു എന്ന് ഓർത്തിരിക്കുക. 9 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആവുമ്പോൾ A+ൽ തുടങ്ങി E വരെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂൾ സമ്പ്രദായത്തിൽ നമ്മുടെ റിലേറ്റീവ് ഗ്രേഡിംഗ് ഒന്നും ഇല്ല കേട്ടോ. സ്കൂൾ സമ്പ്രദായത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. എന്നാൽ നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് ഒന്ന് നമ്മൾ നോക്കുക. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്താണ്? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് നോൺ ഡയറക്റ്റ് ഗ്രേഡിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്? അത് നോം റെഫറൻസ്ഡ് ആണ് അല്ലേ. അപ്പം തന്നെ കുട്ടികളിൽ സ്പോട്ടിൽ താരതമ്യം ചെയ്തിട്ടാണ് ഗ്രേഡിംഗ് കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു 10% നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് A ഗ്രേഡ്, പിന്നെ അടുത്തത് 25% വാങ്ങുന്നവർക്ക് B ഗ്രേഡ്, അങ്ങനെ കൊടുക്കുന്നതാണ്. അല്ലാതെ 90-നും 100-നും ഇടയ്ക്ക് വാങ്ങിയാൽ A+ കൊടുക്കുക, അങ്ങനെയുള്ളൊരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിലപ്പോൾ 100 മാർക്കിന് നടത്തിയപ്പോൾ ആ ക്ലാസ്സിലെ ടോപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചിലപ്പോൾ 52 ആയിരിക്കും. അപ്പോൾ ആ ഒരു 52, 50 അതിന് മുകളിലോ മാർക്ക് വാങ്ങിയവർക്ക് A+ കൊടുക്കും. അങ്ങനെയാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് നോക്കുന്നത്. പക്ഷേ അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആവുമ്പോൾ 90-നും 100-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് മാത്രമേ A+ കിട്ടുകയുള്ളൂ. ഒരു പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് രീതി അവിടെ ഉണ്ടായിരിക്കും. ഏതിലാണ്? നമ്മുടെ അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിൽ. അപ്പോൾ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണെങ്കിൽ എങ്ങനെയാണ്? റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ അങ്ങനെ ഒരു കാര്യം നോക്കുന്നില്ല. സ്കോറുകളെ അപ്പോൾ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഇടുന്നത്. നമ്മുടെ ഉദാഹരണം പറഞ്ഞ് നമ്മുടെ PSC എക്സാമൊക്കെ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ. അല്ലാതെ നമുക്ക് 90ക്ക് കൂടുതൽ, 90 മാർക്കിന് കൂടുതൽ, 80ക്ക് കൂടുതൽ അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ അല്ലേ. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്ക് ആദ്യത്തെ റാങ്ക്, അങ്ങനെയാണ് നമ്മുടെ PSC എക്സാമിനൊക്കെ നോക്കുന്നത്. അപ്പോൾ സ്കൂൾ ക്ലാസ്സുകളിൽ റിലേറ്റീവ് ഗ്രേഡിംഗ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് സ്കൂൾ ക്ലാസ്സുകളിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതൊരു നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഹൈസ്കൂൾ മുതലാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇനി ഡയറക്റ്റ് ഗ്രേഡിംഗ് വരുന്നത് നമ്മുടെ LP UP ക്ലാസ്സുകളിലാണ് എന്നും ഓർത്തിരിക്കുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത്. LP UP ക്ലാസ്സുകളിൽ ഫോളോ ചെയ്യുന്നത് 5 പോയിന്റ് ഡയറക്റ്റ് ഗ്രേഡിങ്ങും നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും SSLCയിലും ഒക്കെ ഫോളോ ചെയ്യുന്നത് 9 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ചോദിക്കാം, ഗ്രേഡിംഗ് ആണോ മാർക്കിംഗ് സിസ്റ്റം ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണെന്ന് നമ്മൾ പറയണം. നമുക്ക് ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ ഫോളോ ചെയ്യുന്ന രീതി തീർത്തും മോശമാണ് എന്ന് നമ്മൾ നിശിതമായിട്ട് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നാകെ വിമർശിക്കാനായിട്ട് പാടില്ല. കാരണം നമ്മളും അതിൻ്റെ ഭാഗമാകാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റമാണ് നല്ലത് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെയാണ് നല്ലത്. കുട്ടികളുടെ ആ ഒരു മാനസിക സംഘർഷമൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നത് ഗ്രേഡിംഗ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ പറ്റി കുറച്ച് പേരോടെങ്കിലും ചോദിച്ചതായിട്ട് അറിഞ്ഞു. ഫസ്റ്റ് ചോദിക്കുന്നത് ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് മറുപടി പറയുമ്പോൾ എന്നാൽ LP ക്ലാസ്സുകളിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത്, അതിൽ ഓരോന്നിൻ്റെയും ഇപ്പോൾ Aക്ക് എത്ര പോയിൻ്റാണ്, Bക്ക് എത്ര പോയിൻ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹൈസ്കൂളിൽ എങ്ങനെയാണ് ടീച്ചറെ ഗ്രേഡിംഗ് സിസ്റ്റം നടക്കുന്നത്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണോ ഇൻഡയറക്റ്റ് ആണോ, ഇൻഡയറക്റ്റ് ആണെങ്കിൽ തന്നെ അതിൽ ഏതാണ് അബ്സല്യൂട്ട് ആണോ റിലേറ്റീവ് ആണോ,
റിലേറ്റീവ് ഗ്രേഡിങ്ങിന് ഒരു എക്സാമ്പിൾ പറയാമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഗ്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സുകളൊക്കെ തന്നെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. LP UP ഇൻ്റർവ്യൂ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ഇൻ്റർവ്യൂവിന് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടും. അല്ലാതെയും ചാനലിൽ മറ്റ് ക്ലാസ്സുകളുണ്ട്, അതൊക്കെ എടുത്ത് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.